അങ്ങനെ തന്നെ ആ താളത്തിൽ തന്നെ. അതിനൊരിക്കലും മേൽഗതി ഉണ്ടായില്ല. അതിനൊരിക്കലും എന്താ പറയുക, താപ്പോട്ട് മാത്രം. എപ്പോഴും എല്ലാവരും ഉയരോട്ട് വരുന്നു പ്രശ്നം. അപ്പോൾ നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അടുത്ത ഒരു പരിപാടി ഉണ്ടാകുന്നത്. അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, ശ്രീകാര്യത്തിനടുത്ത് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ സഹോദരിയെ ഒരാൾ മോശം പറഞ്ഞു എന്നറിയും. അദ്ദേഹം മലയൻകീഴാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒന്ന് എനിക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ ലൈഫ് കോർട്ട്, കുടുംബ കോടതി, എൻ്റെ ഓർമ്മയാണ്, പോങ്ങുമൂടടുത്ത് ചേന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഈ എൻ്റെ കൂട്ടുകാരൻ്റെ സഹോദരിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ ആൾ ഈ ലൈഫ് കോർട്ടിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്ന് അറിഞ്ഞു. അദ്ദേഹത്തിനെ തല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേര്, ഞാൻ, അജി, ബോബൻ, സജീവൻ, പിന്നെ വിളിച്ചുകൊണ്ട് വന്ന ആൾ, 5 പേര്. വിളിച്ചുകൊണ്ട് വന്ന ആൾ മാറി. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ ഇട്ട് തല്ലുന്നു. പൈസയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. പൈസയ്ക്ക് വേണ്ടി വെച്ചാൽ വീട്ടിലെ ദാരിദ്ര്യം അത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തല്ലുന്നു. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് 900 രൂപ കിട്ടുന്നു. തല്ലിയതിന് 900 രൂപ കിട്ടും. അതിൽ എൻ്റെ കൂടെ നിന്ന് വരുന്നു. എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അന്ന് ഞാനൊരു കല്യാണമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബന്ധുവിൻ്റെ കല്യാണത്തിന് സഹായിക്കാനായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് ആ തല്ലാനായിട്ട് പോകുന്നത്. അത് തല്ലി കിട്ടിയ 900 രൂപയാണ്. അന്ന് എനിക്ക് 900 കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ 900 രൂപ അവർക്ക് കൊടുക്കുന്നു. ഞാൻ ജീവിതത്തിൽ ആരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ നാട്ടുകാർക്കൊക്കെ അറിയാമെങ്കിലും ആരും എന്നോട് ചോദിച്ചിട്ടില്ല. എൻ്റെ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും എന്തിനെങ്കിലും പോകണമെന്ന് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിന് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ അപ്പന് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടന്മാർക്ക് വേണ്ടിയോ ഒന്നും ഞാൻ ഒരു കാര്യത്തിനും പോയിട്ടില്ല. ഒരു കാര്യം കൊണ്ട് വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അത് വാങ്ങുന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം പൈസ തരുന്നു. അത് വാങ്ങി അതേപടി ആ കല്യാണം വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു. അന്ന് അവർക്ക് ആ ഒരു എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്ന് സ്വർണത്തിന് തന്നെ ഒരു 3000-4000 രൂപയ്ക്ക് താഴെ വരെയുള്ളൂ പവന് തന്നെ അന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് സഹായം ചെയ്തു. അങ്ങനെ അത് ആ കല്യാണവും തട്ടിമുട്ടിയൊക്കെ പലരെയും നിന്നൊക്കെ ഇത് ചെയ്ത് വാങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ പിരിവെടുത്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാട്ടറബി എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ വട്ടപ്പേരാണ്. ഒരു മാമനുണ്ടായിരുന്നു, ഡെയിലി പിരിവുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നിന്ന് വന്ന് എനിക്ക് വന്നത് 3000-ഓ 2500 രൂപ. അന്ന് മേശരി പണിക്ക് വല്ലപ്പോഴും പോകുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പലിശ ഇതിന് പൈസ തരും. അതും വാങ്ങി ഞാൻ അവർക്ക് സ്വർണം എടുക്കാൻ കൊടുത്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാവർക്കും തോന്നാം ഈ തല്ല അങ്ങോട്ടടിക്കാൻ പോകുമ്പോൾ ഇങ്ങോട്ടടിക്കും. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിനെ തല്ലണമെന്ന് പറഞ്ഞാൽ തയ്യാറായി പോകുന്നവരാണ്. അപ്പോൾ തയ്യാറായി പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനായി നമ്മൾ പരമാവധി ശ്രമിക്കും. അപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നതിന് മുന്നേ നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള അവസരം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ തല്ലിയിട്ടാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയുന്നു. ചിലപ്പോൾ 5 അടി കൊടുക്കാൻ പറഞ്ഞാൽ 5 അടി നമ്മൾ 6 അടി കൊടുക്കാൻ നിൽക്കത്തില്ല. നമ്മളവിടുന്ന് പെട്ടെന്ന് മാറാനേ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ആ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും ഇങ്ങോട്ടൊന്നും കിട്ടാതിരിക്കാണ്ട് പലരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പാത്തിരുന്ന് ഇരുട്ടടി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം വരുന്നത് എൻ്റെ വീട്ടിലെ സാഹചര്യമാണ്. എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല. ചോദിക്കാനും പറയാനും. ഞാനിപ്പോൾ രാത്രി ഒന്ന് നടന്നാലും എൻ്റെ അമ്മ എന്താണെന്ന് ചോദിക്കാറില്ല, അച്ഛൻ എന്താണെന്ന് ചോദിക്കാറില്ല. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് സമയം എനിക്ക് തോന്നി ഒരിക്കലും ആരെയും ഉപദ്രവിക്കരുത്, ഒന്നും പാടില്ല. അപ്പോൾ ഞാൻ മത്സ്യം കഴിക്കുന്ന ആളായിരുന്നു, ബീഫ് കഴിക്കുന്ന ആളായിരുന്നു, ചിക്കൻ കഴിക്കുന്ന ആളായിരുന്നു. നമ്മുടെ നാട്ടിൽ കടയിൽ കിട്ടുന്ന മറ്റ് ഫുഡുകൾ, മറ്റ് പന്നി പോലത്തെ അങ്ങനെ സാധനമൊന്നും ഞാൻ കഴിക്കാറില്ല. ഇങ്ങനെ കഴിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, മറ്റൊരാളിനെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാനുമില്ല, മറ്റൊരാളിൽ നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല. അപ്പോൾ മറ്റാർക്കെങ്കിലും വേണ്ടി നമ്മൾ ബലിയാടാവരുതെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഈ ഒരു ജീവിയും വേദനിപ്പിക്കരുതെന്നൊരു ചിന്തയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ ഒരു ജീവിയും വേദനിപ്പിക്കരുതെന്ന് തോന്നിയപ്പോൾ ഞാൻ ആദ്യം മത്സ്യം അങ്ങ് ഒഴിവാക്കി, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. രണ്ടാമത് കടയിപ്പയുടെ ബീഫ് കഴിപ്പോൾ ഞാൻ അങ്ങ് ഒഴിവാക്കി. മൂന്നാമത് ജീവിതത്തെ 1-2 പ്രാവശ്യമേ ഞാൻ മട്ടൻ കഴിച്ചിട്ടുള്ളൂ, അതും അങ്ങ് ഒഴിവാക്കി. പിന്നെ പെട്ടെന്നെല്ലാം ബീഫ്, ചിക്കൻ, മുട്ട. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന മുട്ട നമുക്ക് കോഴി തരുന്നില്ല, ആ കോഴി ഇടുന്നതിന് നമ്മൾ ബലമായിട്ട് പിടിച്ചെടുക്കുന്നു. ഇപ്പോൾ അത് എൻ്റെ അടുത്ത ജനറേഷൻ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, ഞാൻ അതങ്ങ് ഒഴിവാക്കി. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ പശുവിനെ എൻ്റെ കുഞ്ഞിയമ്മയെ കറക്കാനായിട്ട് വരുന്ന കുഞ്ഞമ്മ മരിച്ചു.
കുഞ്ഞമ്മ മരിച്ചപ്പോൾ കുഞ്ഞമ്മയുടെ മോള് ശങ്കരി പ്രസവിച്ച് കുഞ്ഞുങ്ങളായി. അപ്പോൾ കറക്കാൻ വരുന്ന ആൾ മണിയപ്പൻ എന്ന് പറഞ്ഞ ആളാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നെ പിടിച്ച് എൻ്റെ മൂക്ക് തുളച്ചിട്ട് മറ്റേ എൻ്റെ പുൽക്കൂടി കെട്ടിയിടുന്നു, വാല് പിടിച്ച് കാലിൽ കെട്ടിയിടുന്നു. എന്നിട്ട് അതിനെ അടിച്ചൊക്കെ മൂലയിലിട്ട് നിർത്തിയിട്ട് അതിനെ പാല് പിഴിഞ്ഞെടുക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ പയ്യു നമുക്ക് പാല് തരുന്നില്ല, നമ്മളതിനെ പീഡിപ്പിച്ചെടുക്കുകയാണ്, അപ്പോൾ അത് നമുക്ക് കുടിക്കാൻ അവകാശപ്പെട്ടതല്ല. ഞാൻ അതങ്ങ് ഒഴിവാക്കി. അങ്ങനെ ജീവിതത്തിൽ 30 വർഷം വെജിറ്റേറിയനായി മാറി. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് കുറേ മോശപ്പെട്ട ചിന്തകളങ്ങ് ഒഴിവായി കിട്ടി. കുറേ കൂട്ടുകെട്ടിൽ ഞാൻ ഒഴിവാക്കി. പിന്നെ അപ്പോഴത്തേക്കാണ് എനിക്ക് ഒരു ചെറിയൊരു മൊബൈലുണ്ടാവുന്നത്. ആ മൊബൈൽ ഉണ്ടായ സമയത്ത് പിന്നെ അതിലേക്ക് ഇങ്ങനെ കോളുകൾ വന്നു തുടങ്ങി. ആ പാമ്പിനെ പിടിക്കാണ്ട് പലരും സേവനം ചോദിച്ചു തുടങ്ങി. അങ്ങനെ ചോദിച്ചു വരുന്ന സമയത്താണ് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേരുണ്ട്. അത് നമ്മുടെ PK രാജൻ എന്ന് പറയുന്ന ആൾ, എന്നെ പാമ്പ് മേഖലയിലേക്ക് എന്നെ എത്തിക്കുന്ന ഒരാൾ. PK രാജൻ, പൂരക്കാട്ടിൽ രാജൻ. അന്ന് അദ്ദേഹം കൗമുദി പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ്, അല്ലെങ്കിൽ ലേഖകനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ലേഖനത്തിൽ എന്നെക്കുറിച്ചൊരു കൗമുദി പത്രത്തിലൊരു ലേഖനം കൊടുത്തു എൻ്റെ സേവനത്തെക്കുറിച്ച്. അങ്ങനെ എൻ്റെ നമ്പറും കൂടി, അന്നത്തെ ഒരു ചെറിയ നമ്പർ ഉണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുത്തു. അത് ലോകം മുഴുവനുള്ള ആൾക്കാർ ആ പത്രത്തിൽ അവർക്ക് കിട്ടി. അതൊരു ഇങ്ങനെ കണക്ട് ചെയ്ത് പോയി. പിന്നെ കോളുകളിലേക്കായി എൻ്റെ യാത്ര. അങ്ങനെ യാത്ര ഒരു ദിവസം ഞാനങ്ങനെ ആദ്യത്തെ 1-2 അതികൾ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ പിടികൂടി നിൽക്കുമ്പോഴാണ് എനിക്കൊരു 3ാമത്തെ കോള്. വെഞ്ഞാറമൂട് മണ്ഡപൻ കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത്, വലിയ കട്ടക്കിൽ മണ്ഡപൻ കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് കോള് വരുന്നു. എന്നെ വിളിക്കുന്നത് അവിടുത്തെ മാധ്യമമാണെന്നാണ് എൻ്റെ പറയുന്നത്. അന്നത്തെ പത്രത്തിൻ്റെ ലേഖകൻ ഗോപൻ, പുള്ളി എന്നെ വിളിക്കുന്നു. ഞാനവിടെ ചെല്ലുന്നു. പാമ്പിനെ മണ്ഡപൻ കുന്ന സ്ഥലത്ത് 3-4 ചെറുപ്പക്കാർ ഞായറാഴ്ച ഒരു കുപ്പിയിൽ എന്തോ സാധനം, കളറുള്ള സാധനവും വാങ്ങി, മിച്ചറുമൊക്കെ വാങ്ങി ഒരു സ്ഥലത്തൊരു ഒഴിഞ്ഞ പറമ്പിൽ പോയി ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഇവരെ കണ്ടുകൊണ്ടൊരു പാമ്പ് മാളത്തിലേക്ക് ഇഴഞ്ഞു കയറുന്നു. ഇവർ കല്ലെടുത്ത് മെളിയിൽ നിന്നിടുന്നു. കല്ല് ദേഹത്ത് വീണില്ലാതെ മാളത്തിൽ കയറിയപ്പോൾ ഒരു മാളത്തിൽ തീ കൊടുക്കുന്നു. എന്നിട്ടും പാമ്പ് ഇറങ്ങി വന്നില്ല. അപ്പോൾ ഒരു മാളം വെട്ടിപ്പൊളിക്കുന്ന സമയത്താണ് അതിനകത്ത് മുട്ടയിരിക്കുന്നതാണ്. ഉടനെ തന്നെ അവർ ഗോവൻ ചേട്ടനെ വിളിക്കുന്നു. ഞാനവിടെ എത്തുന്നു. ഞാൻ ഒരുപാട് പണിയെ തന്നെ വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുക്കുന്നു. അന്ന് എനിക്കൊരു ഷോൾഡർ ബാഗ് മാത്രമേ ഉള്ളൂ. മുട്ട എടുത്ത് വെച്ച് 28 മുട്ട എടുത്ത് മാറ്റി വെച്ചു. പിന്നെ വീണ്ടും കുറച്ചുകൂടെ വെട്ടിയപ്പോൾ ഉള്ളിൽ പെൺമുറുക്കനധികം ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് വെച്ചു. അപ്പോൾ ഇവർ കള്ളു കുടിക്കാനായി വന്നതുകൊണ്ട് ഇവിടെ ചാക്കോ സഞ്ചിയോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഷോൾഡർ ബാഗാണ്, ചെറിയൊരു ഷോൾഡർ ബാഗ്. ഞാനിതിൻ്റെ സിബ് തുറന്ന്, ഇവർ പത്രത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ഫോട്ടോയെല്ലാം എടുത്തു. ഇതിനെ സിബ് തുറന്ന് പാമ്പിനെ ഇതിനകത്താക്കി സിബ് ഇട്ടു. മുട്ടയെല്ലാം കവറിൽ വെച്ച് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി ഒരു 100 മീറ്റർ മുന്നോട്ട് ആ പാടവരമ്പിൽ കൂടെ നടന്നു വരുമ്പോഴാണ് അന്നത്തെ അവിടുത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ജലജ എന്നാണ് അവരുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഗോവൻ ചേട്ടനോട് തിരിച്ചു വരുന്നു. ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് വന്നു. സുരേഷ്, എനിക്ക് പാമ്പിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം, ഇത് നമുക്ക് ടയർഡായ പാമ്പാണ്, ഇവർ പിടിക്കാൻ ശ്രമിച്ചതാണ്, ഇതെന്നെ കടിക്കാൻ സാധ്യത കൂടുതൽ, എന്നെ കടിക്കും എന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് പാമ്പിനെ കാണണമെന്ന് പറയുന്നു. ശരി, ഞാൻ മനസ്സില്ലാതെ മനസ്സോടെ ഇതിനെ തുറന്ന് പുറത്തിറക്കി കാണിക്കുന്നു. തിരിച്ച് ബാഗിലാക്കുന്ന സമയത്ത് എൻ്റെ വിരൽ ബാഗിനകത്തിരിക്കുകയായിരുന്നു. നേരെ അവൻ താഴേക്ക് പോയവൻ തിരിച്ചു വന്ന് ഒരു പിടി ഇങ്ങനെ പിടിച്ചങ്ങ് വെച്ചു. ഈ വിരലാണ് പിടിച്ചങ്ങ് വെച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, സമാധാനമായല്ലോ, പാമ്പെന്നെ കടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ തിരിച്ച് അതിനെ ഇളക്കി അതിനകത്തിട്ട് സിബ് ഇടുന്നു. അവിടെ നിന്ന് ഞാൻ പോയ ഓട്ടോ, എൻ്റെ കൂടെ വന്നത് സെൽവൻ എന്നാണ് ഓട്ടോ ഡ്രൈവറിൻ്റെ പേര്. ഓട്ടോയിലാണ് പോകുന്നത്. അന്നത്തെ അറിയാലോ, അന്ന് നമുക്ക് പാമ്പിനെ പിടിക്കുമ്പോൾ ആരും 5 പൈസ തരാറില്ല, ഒരു ആളും പൈസ തരാറില്ല. എന്നെ ഫ്രീ സേവനം എന്നാണ് പുള്ളിക്കാരൻ ആ ലേഖനത്തിൽ കൊടുത്തത്, ഫ്രീ സേവനം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് കയറി മണ്ഡപൻ കുന്നിൽ നിന്ന് വെഞ്ഞാറമൂടിലേക്ക് വരുന്നു. വെഞ്ഞാറമൂടിൽ വന്ന് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്നൊരു മയിൽക്കുറ്റിയിൽ കുറേ നേരം ഇരിക്കുന്നു. അവിടെ ഇരുന്നിട്ടാണ് ഞാനൊരു ആംബുലൻസ് വിളിക്കുന്നത്. ആംബുലൻസ് വരാനായിട്ട് ഒരു അരമണിക്കൂർ സമയമെടുത്തു. അവിടെ 4 ആംബുലൻസിൽ നേരെ മെഡിക്കൽ കോളേജിൽ വന്നു. നേരെ പെട്ടെന്ന് സീരിയസ് ആവുന്നു. ICUയിലേക്ക് മാറ്റുന്നു. അന്ന് വെൻറ്റിലേറ്ററിലായില്ല. ICUയിലേക്ക് മാറി, ICUയിലേക്ക് ആക്കുന്നു. ICUയിൽ കയറി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ എന്നെ അവർ കെട്ടിയിട്ടു, കയ്യും കെട്ടിയിട്ടു. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ കയ്യും ബന്ധിച്ചിരിക്കുകയാണ്, കയ്യും കെട്ടിയിട്ടിരിക്കുന്നു. അത് ഞാൻ ഭയങ്കര വെപ്രണം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം ഞാൻ വലിച്ചെടുത്ത് കളയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കെട്ടിയിട്ടു.
6-ാം ദിവസം നല്ല ബോധം വീണു. അപ്പോഴത്തേക്ക് എനിക്ക് ഈ കൈയൊക്കെ പഴുത്ത് കറുത്തിരിക്കണം, നല്ല കറുപ്പായി. അപ്പോൾ ഇത് എല്ലാം ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. പിന്നെ പഴുത്തെല്ലാം കീറി എല്ലാം റെഡിയാക്കി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, സുരേഷ് ഈ വിരൽ മുറിക്കണം, മുറിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് പഴുപ്പ് കയറി കഴിഞ്ഞാൽ ഇത് പിന്നെ മേളിലോട്ട് മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട സാറില്ല, ഞാൻ വീട്ടിൽ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എല്ലാം പഴുത്ത് ഈ അസ്ഥിയെല്ലാം നല്ല കറുപ്പായി, അകത്തെ അസ്ഥിയെല്ലാം നല്ല കറുപ്പായി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അതെല്ലാം ഡ്രസ്സ് ചെയ്ത് ഏകദേശം ഒരു 20 ദിവസത്തോളം ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ രക്ഷയില്ല. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ തിരുവനന്തപുരത്ത് ലോഡ്സ് ഹോസ്പിറ്റലിലെ ഓണറെ വിളിക്കുന്നു, ഹരിദാസ് സാറിനെ വിളിക്കുന്നു, വരാൻ പറഞ്ഞു. ചെല്ലുന്നു. അതിനിടയ്ക്ക് ഞാൻ വേറെ ഒരു പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു 25,000 കെട്ടി വെക്കൂ, ഇപ്പോൾ ആംബിട്ടിയാന്ന് പറഞ്ഞു. അന്നെൻ്റെ ഒരു നിവൃത്തിയില്ല. ഞാൻ പൈസ ഇല്ലാതെ പാമ്പിനെ പിടിക്കാണ്ട് സഞ്ചരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മേശിരി പണിക്ക് പോകുന്ന സമയത്ത് മേശിരി പണി ചെയ്യുന്ന സ്ഥലത്തും പൈസ എനിക്ക് തരാതായി. ആൾക്കാർ പണിക്കാർക്ക് വൈകുന്നേരത്തെ അവർ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന ഒരു സാഹചര്യം പോയി. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ നിന്ന് കാണുന്നു. അവിടെ നിന്ന് അനിൽ ടി ഏലിയാസ് എന്ന് പറഞ്ഞ സാറിനെ പരിചയപ്പെടുത്തുന്നു. ചെല്ലുന്നു. ഞാനപ്പോൾ ഇതെല്ലാം ക്ലീനാക്കി വെച്ചേക്കില്ല, വലിയ അസ്ഥിയെല്ലാം ചെത്തി മിനിക്ക് നല്ല കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്നു. ചെല്ലുന്നു, സെഡേഷൻ തരുന്നു, ഇത് കട്ട് ചെയ്യുന്നു. പിറ്റേന്ന് വീട്ടിലേക്ക് വരും. കട്ട് ചെയ്ത് മാറ്റി ഇതിനെല്ലാം ബാക്കിയിരുന്ന തൊലി വെച്ച് ചുറ്റിക്കെട്ടി സ്റ്റിച്ച് ചെയ്ത് പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ അടുത്ത ഡ്രസ്സിങ്ങെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. ഇങ്ങനെയായി, നടുക്കത്തെ വെള്ളം ഇങ്ങനെയായി. ഇതെല്ലാം ആരുടെയെങ്കിലും സംഭാവനയാണ്, ഒരിക്കലും ഞാൻ നേരിട്ട് ചെന്ന് വാങ്ങുന്ന കടികളല്ല. അത് കഴിഞ്ഞ് ആ ഒരു കാലഘട്ടം കുറച്ച് ദിവസം മുന്നോട്ട് പോയി, പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടും ഫുൾ ടൈം യാത്രയിലേക്ക് പോയി. ഇത് പിന്നെ ഒരു തടസ്സമല്ലാതായി. ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നു, ആദ്യത്തെ കടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു, അതെനിക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല. രണ്ടാമത്തെ ഇതില്ലാത്തതും പ്രശ്നമായിട്ട് തോന്നിയില്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോൾ എല്ലാവർക്കും തോന്നാവുന്നൊരു സംശയമാണ്, ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നു, ഇതെങ്ങനെ ചെയ്യുന്നു, ഇതിന് വേദനയുണ്ടോ, ഇതുണ്ടോ, എന്താണ്? സത്യം പറഞ്ഞാൽ വേദനയോട് ഞാനങ്ങ് ഇഴുകിച്ചേർന്നു. വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക, നമ്മുടെ കഷ്ടപ്പാടിൽ കൂടി വന്ന ഒരുപാട് വേദന അനുഭവിച്ച ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്ത കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ഒരേ വീട്ടിൽ ചെന്ന് നമ്മൾ തെണ്ടി ജീവിച്ചൊരു കാലം. അന്നൊക്കെ നമുക്കൊരു ഫുഡിന് വേണ്ടി പോയി നിൽക്കുമ്പോൾ ഫുഡ് കിട്ടാത്ത കാലഘട്ടം. ആ മനസ്സിൽ വന്നൊരു വേദന ഒരിക്കലും നമുക്ക് പിന്നീട് എത്ര വളർന്നു വന്നാലും ശരീരത്തിൽ ആ വേദന വരികയില്ല. മനസ്സ് മുരടിച്ച ഒരാളിന്, അല്ലെങ്കിൽ മനസ്സിൽ വേദനകൾ കൊണ്ട് മുങ്ങിയ ഒരാളിന് പിന്നെ ശരീരത്തിൽ വരുന്ന ഒരു വേദനയും പ്രശ്നമേ അല്ല. ഇതൊന്നും ഞാൻ ഓർത്തു, എനിക്ക് ആ വേദനയൊന്നും ഫീൽ ചെയ്യാറ് പോലുമില്ല. ഞാനെല്ലാം തുന്നിക്കെട്ടി എല്ലാം റെഡിയാവുന്നു. വീണ്ടും ഞാൻ എൻ്റെ യാത്ര വീണ്ടും ആരംഭിക്കുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഞാനൊരു അപൂർവമായൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടുന്നു. അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോന്നി ഡിവിഷനിൽ അന്നത്തെ IFS ഓഫീസർ പുകഴേന്തി സർ IFS, പുള്ളിയെ പരിചയപ്പെടുന്നു. പുള്ളിയോട് എൻ്റെ ആശയം ഞാൻ മുന്നോട്ട് വെക്കുന്നു. 2006 കാര്യമാണ്. സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് ഈ പാമ്പിൻ്റെ മേഖല ഒന്ന് വിപുലീകരിക്കണം, നമ്മൾ ജനങ്ങളൊന്ന് ബോധവൽക്കരിക്കണം. നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ വനം വകുപ്പിൻ്റെ കീഴിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ശമ്പളം വാങ്ങി വനം വകുപ്പ് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു അവയർനെസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അതിനെന്താ സുരേഷ്, ഇത് കൊള്ളാമല്ലോ, നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാം. RRT, റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് അവർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു അന്ന് 25ഓളം പേർക്ക് പൈപ്പിൽ കൂടി പാമ്പിനെ പിടിക്കാനുള്ള പരിശീലനം കൊടുത്ത് തുടങ്ങുന്നു. നല്ല ആശയമായിരുന്നു. എൻ്റെ ആശയം അദ്ദേഹം അംഗീകരിച്ചു. അങ്ങനെ അവയർനെസ്സായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂര് ശ്രീ നാരായണ ആയുർവേദ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ക്ലാസ് ആവശ്യപ്പെട്ടു. ഞാനവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നു. അന്ന് എന്നോട് അവയർനെസ്സിന് വേണ്ടി മൂർഖൻ, അണലി, അത് കോബ്ര, വൈപ്പർ, പൈത്തൻ, ട്രിങ്കറ്റ് ഇങ്ങനെയുള്ള പാമ്പുകളെ ഡെമോ ചെയ്യാൻ പറഞ്ഞു. ചേര പെർമിഷൻ തന്നു വനം വകുപ്പ്. ഞാനപ്പോൾ ഒരു വലിയ വേദിയാണ്, 250ഓളം ഡോക്ടർമാർ അവരൊക്കെ ഉണ്ട്. ആയുർവേദ കോളേജാണ്, ശ്രീനാരായണ ആയുർവേദ കോളേജ്. ക്ലാസ് എടുത്ത്
ഞാൻ ആദ്യം പറഞ്ഞത് പാമ്പുകളെ കടിയെക്കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് എയ്ഡായി പേടിക്കരുതെന്ന് പറഞ്ഞു. പേടിക്കരുതെന്ന് പറഞ്ഞു. പേടിക്കരുത്, ഇന്ന കാരണങ്ങൾ പേടിച്ച് ഇന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് BP കൂടുന്നു, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് സമ്മർദ്ദം ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ ബ്ലഡിലേക്ക് പോകുന്ന വെനം പെട്ടെന്ന് അപകടപ്പെടുന്ന പാർട്സുകളെത്തും, അത് ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ടൊരു കണ്ടീഷൻ പേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തെനിക്ക് അണലിയാണ് ഞാൻ ഡെമോ ചെയ്യുന്നത്, അണലിയെ. അപ്പോൾ ഞാൻ ഈ ഡെമോ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ കിട്ടുന്ന അതിഥികളെ ഈ ക്ലാസ്സിനായി മാറ്റി വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇവയെ കൊണ്ടുപോയിട്ട് ക്ലാസ് എടുത്തതിന് ശേഷം മാത്രമേ ഇത് വനത്തിൽ വനം വകുപ്പിൻ്റെ സഹകരിച്ച് വനം വകുപ്പോടൊപ്പം ചേർന്ന് കാട്ടിക്കൊണ്ട് തുറന്നു. അപ്പോൾ ഈ ഡെമോ ചെയ്ത് ഇങ്ങനെ ക്ലാസ് എടുത്ത് തലേദിവസം പിടിച്ച അണലിയെ തലയിൽ പിടിച്ച് ക്ലാസ് എടുക്കാനായിട്ട് എടുത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മൈക്ക് വഴി സംസാരിക്കാനായിട്ട് മൈക്ക് പെട്ടെന്ന് തിരിഞ്ഞ് വലത്തേക്കാണ് പിടിച്ചിരുന്നത്. തിരിഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ അവൻ എൻ്റെ ഈ കൈയിലേക്ക് കടിക്കുന്നു, അണലി കൈയിലേക്ക് ഇങ്ങനെ കടിച്ച് പിടിക്കുന്നു. അപ്പോൾ ഇത്രയും പേര് 250 സ്റ്റുഡൻസ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവർക്ക് അരമണിക്കൂർ ക്ലാസ് എടുത്തിട്ടാണ് പാമ്പിനെ ഡെമോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മൈക്ക് എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഇവൻ കടിക്കുന്നു. അപ്പോൾ ഞാൻ പതുക്കെ മൈക്ക് ഇങ്ങനെ പറഞ്ഞ് കടിച്ചു, ഞാൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ക്ഷമിക്കണം, ഞാൻ ഇതിനടുത്ത് ഇത് വെച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് എടുത്തതിന് ശേഷം മൈക്ക് വയ്ക്കുന്നു. സാവകാശം ഒരിക്കലും ഞാൻ, കാരണം ഇവരോട് ഞാൻ പറയുകയാണ് പേടിക്കരുത് എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് കടി കിട്ടുമ്പോൾ ഞാൻ മരണവപ്പളപ്പെട്ട് പേടിച്ച് ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് മാതൃക. ഞാനതുകൊണ്ട് പതുക്കെ എടുത്തു, മൈക്ക് വെച്ചു, ബോട്ടിലെടുത്തു, ഇവനെ വാ തുറന്നെടുത്തു, എൻ്റെ പല്ലിങ്ങനെ ഇറങ്ങിയിരുന്നു, എടുത്തു ബോട്ടിലാക്കി, എന്നിട്ട് നന്നായിട്ട് ഞെക്കി വിട്ടു. എന്നിട്ടൊന്നത് എനിക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്ന സാധനം, അപ്പോൾ ഞെക്കി വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു കെട്ട് കെട്ടുന്നു, ഇവിടെ കെട്ട് കെട്ടിയതിന് ശേഷം ഞാൻ വളരെ സാവകാശം വീണ്ടും ആ അണലിയെ എടുത്ത് ഡെമോ കാണിച്ചു. അതിൻ്റെ തല പിടിച്ച് എൻ്റെ പേന ഉപയോഗിച്ച് എൻ്റെ പല്ലിൽ നിന്ന് വന്ന വെനം ഇങ്ങനെ എടുത്ത് കാണിച്ചു. ഇതാണ് വെനം, ഇതിങ്ങനെയാണ്, ഈ പല്ല് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അവരെ ബോധവൽക്കരിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഈ അണലിയുടെ കടിയും കൊണ്ട് നേരിട്ട് വാണ്ടം മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. ഞാൻ പോയ കാറിൽ തന്നെ തിരിച്ചു വരുന്നു. അന്ന് അമ്പിച്ചേട്ടനായിരുന്നു എൻ്റെ ഡ്രൈവർ. വരുന്നു, ഞാൻ നേരെ എല്ലാം കൊണ്ട് സേഫായിട്ട് വീട്ടിൽ വെക്കുന്നു. അതിന് ശേഷം നേരെ അന്നത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഷർമദ് സാറിനെ വിളിച്ചു. സാർ പറഞ്ഞു നീ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇതിനെ സേഫാക്കി വെച്ചിട്ട് ഓട്ടോ പിടിച്ച് മറ്റേ പുള്ളി ഞാൻ വിട്ട് നേരെ അവിടെ ചെല്ലുന്നു. നേരെ ICUവിലേക്ക് 2-ാം വാർഡിൻ്റെ അവിടെ നടന്ന് ICUവിലേക്ക് ചെല്ലുന്നു. അവിടെ നേരെ ICUവിനകത്തേക്ക് കയറി അവിടെ അഡ്മിറ്റ് ആവുന്നു. ഏകദേശം 20 ദിവസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 20 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവിടെ പഴുപ്പൊക്കെ ആയി. പിന്നെ ഒരു 10-20 ദിവസം ഡ്രസ്സ് ചെയ്യേണ്ടി വന്നു. അതെല്ലാം ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്തു. പിന്നെ വീണ്ടും ആ ഡ്രസ്സിങ് വെച്ചുകൊണ്ട് തന്നെ അതിഥികളെ പിടിക്കാനായി യാത്ര പോയി തുടങ്ങി. ഫുൾ ടൈമിലേക്കാണ് എൻ്റെ യാത്ര. ഒരു അതിഥി മാത്രമല്ല, അപ്പോഴത്തേക്ക് എനിക്ക് ഡെയിലി ഒരു 10-15 കോളുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. ജില്ല വിട്ടും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ഒക്കെ ഞാൻ സഞ്ചരിച്ച് അതിലെ പിടിക്കാൻ തുടങ്ങി ആ സമയത്തൊക്കെ. അപ്പോഴൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരാണ് സലീം അണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹത്തിന് 3 സഹോദരിമാരാണ്. ഇദ്ദേഹം ഓട്ടോ ഡ്രൈവർ, ഗൾഫിലായിരുന്നു, ഓട്ടോ ഡ്രൈവറാണ്. ഇദ്ദേഹത്തിൻ്റെ ഓട്ടോയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത്. വേറെ ആരുമല്ല, ഈ സലീം. അദ്ദേഹം മരണപ്പെട്ട് ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്രൈസാണ് എന്നോടൊപ്പം യാത്ര ചെയ്യാൻ. അപ്പം പാമ്പിനെ പിടിക്കാൻ പോകുന്നു. ചിലർ 10 രൂപ വരും, ചിലർ 20 രൂപ വരും. അപ്പോഴാണ് എനിക്ക് എൻ്റെ നാട്ടിൽ ഇപ്പം വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നൊരു കോടീശ്വരനുണ്ട് എൻ്റെ നാട്ടിൽ. ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള സ്വത്തുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു. അതിൻ്റെ മക്കളൊക്കെ അറിയപ്പെടുന്ന മേഖലയിലൊക്കെ തിരുവനന്തപുരത്തുണ്ട്. ഒരുപാട് വലിയ വീടുകളുണ്ട്. അപ്പോൾ ഞാൻ ഇതേമായിട്ട് ഈ സലീമണ്ണായിട്ട് അവിടെ ചെന്നൊരു പാമ്പ് അതിഥിയെ പിടിക്കുന്നു. അന്ന് എനിക്ക് 20 രൂപയാണ് അദ്ദേഹം തന്നത്. 20 രൂപ, 2 10-ൻ്റെ നോട്ട് 20 രൂപ. അപ്പോൾ അതും വാങ്ങി ഞങ്ങൾ പെട്രോൾ അടിക്കുന്നു. അന്ന് പെട്രോളിനൊക്കെ വളരെ വില കുറവാണ്. അവിടുന്ന് പെട്രോൾ അടിച്ച് നേരെ പട്ടം വഴി കറങ്ങി നേരെ കേശവത്തോട്ട് നിന്നപ്പോൾ പെട്രോൾ തീർന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയാണ്. ഒരു സാധനം കഴിച്ചിട്ടില്ല. പുള്ളിയിലും 5 പൈസ ഇല്ല. പുള്ളി വിചാരിച്ചു വെച്ചാൽ നമുക്ക് ഏതെങ്കിലും കോൾ പോകുമ്പോൾ 10 രൂപ 20 രൂപ കിട്ടിയാൽ എന്തെങ്കിലും കഴിക്കാം. പുള്ളിക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല പുള്ളി എന്നോടൊപ്പം വന്നത്. പുള്ളിക്ക് പൈസ കൊടുക്കണം. പുള്ളിക്ക് എന്നോട് ഈ പാമ്പിനെ പിടിക്കാൻ ഭയങ്കര ക്രേസാണ്. ആളുകൾ മുന്നിലൊക്കെ വന്നു പാമ്പിനെ കണ്ടെന്ന് കുപ്പി എടുത്ത് വന്നാൽ പേടിയാണ്, ഭയങ്കര പേടിയാണ്, പുറത്ത് പേടിയാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഒരു കാലത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റുന്നൊരു ദിവസം, പുള്ളിയിലും 5 പൈസ ഇല്ല, എൻ്റെ ഒരു 9 പൈസ ഇല്ല. പുള്ളി ഞങ്ങൾ കേശവത്തിൽ നിന്ന് വണ്ടി തള്ളി
ഉള്ളൂർ കൊണ്ടുവന്നു. ഉള്ളൂർ താഴെ വരുന്നു. അപ്പോൾ എൻ്റെ പറഞ്ഞിടേ വിശക്കണം എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് വിശന്ന് ഒരു ഭാഗം കഴിക്കാതെ ആ വണ്ടി തള്ളി പോങ്ങുമുട്ടി കൊണ്ട് ഒതുക്കിയിട്ട് പോങ്ങുമുട്ടിയിൽ നിന്ന് ഞങ്ങൾ അതുവഴി ഷോർട്ട് കട്ട് വഴി നടന്ന് ഞങ്ങളുടെ വീട്ടിൽ വരാം. ഞങ്ങളുടെ വീട്ടിൽ വന്ന് തൊട്ട് അടുത്ത് വന്നിട്ട് ഞങ്ങൾ എന്നോട് താഴത്തെ പറമ്പ് മുഴുവനും നടന്നു. എന്തിനാണെന്നറിയാമോ? തേങ്ങ വറക്കാനായിട്ട്. തേങ്ങ അന്ന് വലിയ പറമ്പല്ലേ, ഈ ജോർജ് തോമസ് സാറിൻ്റെ വസ്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു അന്ന് എനിക്ക് വേണം 18 19 തേങ്ങ ഞങ്ങൾക്ക് കിട്ടി. ആ 2 പറമ്പ് അവിടെ നിന്ന് ആരും പോകത്തില്ല, അത്രയും കാടാണ്. അത് പിറക്കി വിറ്റ് ഞങ്ങൾ രണ്ടൊരു ഫുഡ് കഴിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഈ പാമ്പ് മേലെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്തോ വലിയ സാമ്പത്തികം നമുക്ക് അന്നോട്ട് ഒരു പൈസ തരാത്തതായിരുന്നു അന്നത്തെ എൻ്റെ ആ ഒരു കാലഘട്ടം. ആ ഒരു 8-10 വർഷം സമയം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ കൈ എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത്രയായി. എനിക്ക് കൈ എടുത്ത് മാറ്റി വെക്കണം, തിരിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഡോക്ടർമാരുടെ ഒരു തീരുമാനം എൻ്റെ അടുത്ത് വന്ന്, സുരേഷ് ഈ കൈ ഇങ്ങനെ പഴുപ്പ് മേലോട്ട് കയറി പൊക്കോണ്ടിരിക്കുകയാണ്, ഇപ്പം മുട്ട് വരെ ആയിട്ടുണ്ട്, സുരേഷിന് ഇത് മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ചെയ്യണമെങ്കിൽ നമുക്കിതിനെ മേലോട്ട് പോവാതിരിക്കാനുള്ള വഴി ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മരുന്നായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന്. അപ്പം ഞങ്ങൾക്ക് എന്താ സാർ നമുക്ക് അടുത്ത് അനിൽറ്റി അല്ല അദ്ദേഹത്തിൻ്റെ പേര് എന്തോ ഒരു പേര് ഞാൻ പറഞ്ഞു. അടുത്ത കാലത്ത് ഞാൻ ഓർമ്മിച്ച് വെച്ചിരുന്നൊരു പേരാണത്. അദ്ദേഹം ഇത് പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമുക്കിത് ആംബ്യൂട്ടി വേണമെന്ന് പറഞ്ഞു, മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞു.